ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസ് ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പൊ ഞാൻ ചില ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫുഡ് റൂട്ടീൻ്റെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം കുറച്ച് പേരൊക്കെ ഇങ്ങനെ കമന്റ് ചെയ്യാറുണ്ട്. പഴം തിന്ന വെയിറ്റ് വെക്കുമോ, റോബസ്റ്റ പഴം തിന്നാൻ പറ്റുമോ, മധുരം ഇട്ട ചായ കുടിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് വെക്കുമോ, പാലൊഴിച്ച് ചായ കുടിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് വെക്കുക, അങ്ങനത്തെ ചില കമന്റ്സ് ഒക്കെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവരും അല്ലാതെ വെയിറ്റ് ലോസ് ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഉള്ളൊരു സംശയമായിരിക്കും അത്. ഇങ്ങനെ എല്ലാ ടൈപ്പ് ഷുഗറും നമുക്ക് വെയിറ്റ് വെക്കുമോ എന്നുള്ളത്. എല്ലാ ടൈപ്പ് ഷുഗറും എന്ന് പറയുമ്പോൾ മെയിനായിട്ടും നമ്മൾ ചായയിലും കാപ്പിയിലും ഒക്കെ ആഡ് ചെയ്യുന്ന ഷുഗർ ഉണ്ട്. പിന്നെന്താണ്, നമ്മുടെ നാച്ചുറൽ ഷുഗേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ പച്ചക്കറിയിലും ഫ്രൂട്ട്സിലും മോരിലും തൈരിലും ഒക്കെ ഉള്ള ഒരു ഷുഗർ ഉണ്ട്. പിന്നെ ഉള്ളത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആണ്, ഈ സ്റ്റീവിയ അതുപോലുള്ള സംഗതികൾ. അപ്പം ഇതിൽ പ്രധാനപ്പെട്ട വില്ലെന്ന് പറയുന്നത് നമ്മുടെ ആഡഡ് ഷുഗർ, അതായത് നമ്മൾ ചായയിലും കാപ്പിയിലും ഒക്കെ ആഡ് ചെയ്യുന്ന ഷുഗറാണ്. അതിൽ ആഡഡ് ഷുഗേഴ്സ് തന്നെ കുറച്ച് ആഡഡ് ഷുഗേഴ്സിൽ വരുന്നത് നമ്മുടെ സാധാരണ വൈറ്റ് ഷുഗറും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് സാധാരണ വൈറ്റ് ഷുഗർ വരുന്നുണ്ട്, ജാഗറി വരുന്നുണ്ട്, ഹണി വരുന്നുണ്ട്, കോൺ സിറപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതില് ഏറ്റവും വില്ലെന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ഷുഗർ ആണ്. പിന്നെ ജാഗറിയും ഹണിയും എല്ലാം ആഡഡ് ഷുഗറിൽ വരുന്നത് തന്നെയാണ്. അത് ഹെൽത്തി ആണെന്ന് പറയാൻ കാരണം അത് അത്രയും പ്രോസസ്ഡ് അല്ല. പിന്നെ ജാഗറിക്കകത്ത് കുറച്ച് അയൺ കണ്ടന്റ് ഉണ്ട്. ഈ ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞ സംഭവം ഹെൽത്തി ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വൈറ്റ് ഷുഗറിനെക്കാട്ടിലും ഹെൽത്തിയാണ് ബ്രൗൺ ഷുഗർ. പക്ഷെ ഇതെല്ലാം നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്ന സംഭവങ്ങളാണ്. ഈ ജാഗറി ആണേലും വൈറ്റ് ഷുഗർ ആണേലും ഹണി ആണേലും കോൺ സിറപ്പ് ആണേലും എല്ലാം നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് കൂട്ടുന്നതാണ്. അപ്പം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-16 കൊല്ലം മുമ്പൊക്കെ എൻ്റെ ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് വെക്കുന്നത് എന്തുകൊണ്ട് ഈ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുമ്പോഴൊക്കെയാണ് വെയിറ്റ് വെക്കുന്നത് എന്നൊക്കെയാണ്. എല്ലാം പ്രത്യേകിച്ച് നോൺ വെജ് കഴിക്കുമ്പോഴാണ് വെയിറ്റ് വെക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ധാരണ. അത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രായമായപ്പോൾ എനിക്ക് മാറ്റം വന്നത് നോൺ വെജ് പ്രത്യേകിച്ച് ചിക്കനും മുട്ടയൊക്കെ കഴിക്കുമ്പോഴാണ് വെയിറ്റ് കൂടുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ മൊത്തം. പക്ഷെ അത് വെറും തെറ്റായ ധാരണയാണ്. എപ്പോഴും നമ്മുടെ വെയിറ്റ് കൂടാൻ നുള്ള മെയിൻ 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഷുഗറും കാർബോഹൈഡ്രേറ്റും ആണ് നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് കൂടാനുള്ള മെയിൻ കാര്യങ്ങൾ. ബാക്കിയെല്ലാം ഈ ചിക്കൻ ആണെങ്കിലും മുട്ടയ്ക്ക് ആണെങ്കിലും പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീൻ കഴിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ വെയിറ്റ് കൂടത്തില്ല. നമുക്ക് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് കിട്ടും എന്നുള്ളതല്ല, നമുക്ക് വെയിറ്റ് കൂടുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു അമിത വണ്ണത്തിലേക്കൊക്കെ പോകുന്നത് എപ്പോഴും കാർബും ഷുഗറും കഴിക്കുമ്പോഴാണ് കൂടുന്നത്. അപ്പം ഈ ഷുഗറിന്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഷുഗർ നമ്മുടെ ശരീരത്തിൽ എത്രയും ഒരു വണ്ണം വെപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷുഗർ കഴിക്കുമ്പോഴത്തേക്കിനും അത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ടാണ് അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഇങ്ങനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിലെ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ബ്ലഡില് കൂടും. അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അപ്പം നമ്മുടെ കൂടും. ആ സമയത്ത് പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് ബോഡി സെൽസിലേക്ക് ഈ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കൊണ്ട് കൊടുക്കും, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, ബോഡി സെൽസിന് എനർജി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഷുഗറിനെ കൺവേർട്ട് ചെയ്ത് എനർജി ആക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതിനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. എസ്പെഷ്യലി വയറിന്റെ ഭാഗത്തുള്ള ഫാറ്റ് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ വരുന്ന അമിതമായിട്ട് ഷുഗർ കഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഫാറ്റാണ്. അല്ലെങ്കിൽ ഈ ബോഡിക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം നമ്മൾ ഇങ്ങനെ ഷുഗർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ആവശ്യമുള്ളത് മാത്രമേ ബോഡി സെൽസ് എടുക്കത്തുള്ളൂ, ബാക്കിയുള്ളത് അങ്ങ് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് വണ്ണം വയ്ക്കും. പിന്നെന്ന് പറയുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ടല്ലേ ഇത് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഫ്രക്ടോസ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ബ്ലഡ് ആ ഒരു ഗ്ലൂക്കോസ് ലെവലൊന്നും സ്പൈക്ക് ചെയ്യത്തില്ല. അത് നേരെ ലിവറിലേക്കാണ് പോകുന്നത്. ആ ലിവറിൽ കുറച്ചൊക്കെ ഫ്രക്ടോസ് ലിവർ ഹാൻഡിൽ ചെയ്യും. ബാക്കിയുള്ളത് ഇതുപോലെ ലിവറിന്റെ മുകളിൽ ഫാറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ബിൽഡപ്പ് ഉണ്ടാവും. അതാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന സംഭവം. അത് ഈ ഫ്രക്ടോസ് കാരണമാണ് ഉണ്ടാകുന്നത്.
ഇങ്ങനെയാണ് നമ്മുടെ ഈ ഷുഗർ കഴിക്കുമ്പം നമ്മുടെ ബോഡിയിൽ വണ്ണം വെക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷുഗർ കഴിക്കുന്നതുകൊണ്ടുള്ള ഒരു നെഗറ്റീവ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് ഈ അമിതമായാൽ അമൃതം വിഷമം എന്നൊക്കെ പറയുന്ന തൊട്ട് ഈ ഷുഗർ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുമ്പം പെട്ടെന്ന് വീണ്ടും പാൻക്രിയാസ് ഇൻസുലിൻ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ കൂടുതൽ ഇങ്ങനെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് കഴിയുമ്പോഴത്തേന് ഈ നമ്മുടെ ബോഡി സെൽസ് ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യാതെ വരും. അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് പിന്നെ ടൈപ്പ് 2 ഡയബറ്റിസ് ആവും. അങ്ങനെ അത് വേറൊരു പിന്നെ ഡയബറ്റിസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വല വന്നോളുമല്ലോ. അങ്ങനെയുള്ള കുറെ ഹെൽത്ത് പ്രോബ്ലംസ് ഒരു വഴി ഉണ്ടാവും. അതല്ലാതെ ഫാറ്റ് കൂടും. ഇതാണ് മെയിൻ ആയിട്ടും നമ്മുടെ ഈ വൈറ്റ് ഷുഗർ എന്ന് പറഞ്ഞ സംഭവം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അത്. പിന്നെ ഇനിയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ക്രേവിങ്സ് കൂട്ടും. ഇത് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഷുഗർ ഉള്ള കാര്യങ്ങൾ പിന്നെയും ആ ഒരു ക്രേവിങ്സ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബ്രെയിന് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടാകുമ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമ്പോൾ, നമുക്ക് ടേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ വരുമ്പം നമുക്ക് ആ ഒരു എന്താ പറയുന്ന സന്തോഷം തോന്നിക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ ഈ ഷുഗർ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടാകും. അങ്ങനെ നമുക്കൊരു പ്ലഷർ നമുക്ക് തോന്നുമല്ലോ. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ഷുഗർ ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അങ്ങനെ ഒരു സന്തോഷം നമുക്ക് തോന്നും. അത് ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന സംഭവം ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം വീണ്ടും അപ്പം ഓരോ പ്രാവശ്യം നമ്മൾ ഷുഗർ കഴിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അടുത്ത പ്രാവശ്യം കഴിക്കുമ്പോൾ നമുക്ക് പിന്നെയും കൂടുതൽ കഴിക്കാനാണ് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ക്രേവിങ്സ് കൂട്ടും. അങ്ങനെ നമ്മൾ കൂടുതൽ ഷുഗർ കഴിക്കും. വീണ്ടും ഇതേ പരിപാടി തന്നെ ഉണ്ടാവും. ബ്ലഡ് ഷുഗർ ലെവൽ കൂടും. ബോഡി എടുക്കത്തില്ല, ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും, വണ്ണം വെക്കും. അങ്ങനെ പിന്നുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിനകത്ത് ഗുഡ് ബാക്ടീരിയ ഉണ്ട്, ബാഡ് ബാക്ടീരിയ ഉണ്ട്. ഈ ബാഡ് ബാക്ടീരിയ എന്ന് പറയുന്ന സംഭവം ഈ ഷുഗർ ആണ് കഴിക്കുന്നത്. ബാഡ് നമ്മൾ എത്രത്തോളം ഷുഗർ കൂടുതൽ കഴിക്കുന്നു അത്രത്തോളം ബാഡ് ബാക്ടീരിയാസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ഒരു ക്രേവിങ്സ് ഉണ്ടാകാനുമുള്ള ഒരു കാരണം വയറ്റിനകത്തെ ഷുഗർ ക്രേവിങ്സ് ഉണ്ടാകാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നതും ഈ വയറ്റിനകത്തെ ബാഡ് ബാക്ടീരിയാസും കൂടെ കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറെ ഷുഗർ ഉണ്ടാകും, ഈ ബാഡ് ബാക്ടീരിയസ് കൂടും, ബ്ലോട്ടിങ് ഉണ്ടാകും, അങ്ങനെ വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളും ഒരു വഴിക്ക് നടക്കും. ഇതൊക്കെയാണ് നമ്മുടെ ആഡഡ് ഷുഗർ, നമ്മുടെ വൈറ്റ് ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും നമ്മൾ വണ്ണം വെക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു കാര്യം ഇതാണ്. പിന്നെ അപ്പം ആഡഡ് ഷുഗർ എന്ന് പറയുന്നത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര ലിമിറ്റ് ചെയ്യാം. ഒരു 25 ഗ്രാം മധുരം മാത്രമേ ഡെയിലി ഇതിൽ കഴിക്കാവുള്ളൂ എന്നാണ് ഞാൻ ഇതിനകത്തൊക്കെ നോക്കിയപ്പം കണ്ട. അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മധുരം കഴിച്ച് അല്ലെങ്കിൽ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഷുഗർ എന്താ പറയുന്നത് ഇത്രത്തോളം ഒരു ചീത്തയായിട്ടാണ് നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഈ ഷുഗർ എന്ന് പറയുന്ന സംഭവം ആക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതിങ്ങനെ ശീലിച്ച് വന്നതുകൊണ്ട് ഇത് ലിമിറ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേണ്ടാന്ന് വെക്കാനും നമുക്ക് ആ ഒരു ഈ പറഞ്ഞ ആ ഡോപ്പമൈൻ ഉണ്ടാകും. നമുക്ക് ആ ഒരു സന്തോഷം, ആ ഒരു പ്ലഷർ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്കത് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു ആഗ്രഹവും തോന്നും. പിന്നെ ഷുഗർ എന്ന് പറയുന്നത് ജസ്റ്റ് കലോറി മാത്രമേ ഉള്ളൂ. അതിൽ വേറെ സംഭവങ്ങൾ വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ കാര്യങ്ങളൊന്നും ഇല്ലതാനും. അപ്പം ബോഡിക്ക് വേറെ പ്രത്യേകിച്ചുള്ള ഗുണങ്ങളൊന്നും ഇല്ല, വെറും കാലോറി മാത്രമാണത്. ആണെങ്കിൽ ബോഡിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ, അല്ലാത്തത് നമുക്ക് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് വിട്ടു തരികയും ചെയ്യും. അങ്ങനെയാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ചീത്തയായിട്ടുള്ള കാര്യമാണെന്നാണ് എല്ലാവരും പറയുന്നതും. എൻ്റെ അനുഭവത്തിലും അതാണ്. എൻ്റെ വണ്ണം കുറഞ്ഞു തുടങ്ങിയത്, എൻ്റെ വെയിറ്റ് കുറഞ്ഞു തുടങ്ങിയത് ഞാൻ ഷുഗർ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വെയിറ്റ് കുറഞ്ഞു തുടങ്ങിയത്. ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടാണ്. ഞാൻ വളരെ ബുദ്ധിമുട്ടാന്ന് വിചാരിച്ച ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് ആ ഷുഗർ കുറഞ്ഞ്
ഷുഗർ കുറയ്ക്കുക, അല്ലെങ്കിൽ ഞാൻ ഷുഗർ കുറയ്ക്കുകയല്ല ചെയ്തത്, ഞാൻ ഷുഗർ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. കാരണം ഷുഗർ എന്നുള്ള സംഭവം ഒറ്റ ദിവസം കൊണ്ട് ഞാൻ വേണ്ടാന്ന് വെക്കുക തന്നെയാണ് ചെയ്തത്. ഈ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ നമ്മുടെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, നമുക്ക് എന്താ പറയുന്നത്, വണ്ണം കുറയ്ക്കണം എന്നുള്ള ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ വേണ്ടാന്ന് വെക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലർക്ക് എനിക്കറിയത്തില്ല, എൻ്റെ ഒരു മാനസികാവസ്ഥ ആയിരിക്കത്തില്ലല്ലോ വേറൊരാൾക്ക്. അയാൾക്ക് ചിലപ്പം അത് ഭയങ്കര ഒരു മാനസിക വിഷമായിരിക്കും. അപ്പൊ അത് ലിമിറ്റ് ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ ചിലരുണ്ട് ഷുഗർ ഇടാതെ ഇട്ടില്ലെങ്കിൽ ചായ കുടിക്കാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമല്ല. ഞാൻ ചായ ഒന്നും ഒഴിവാക്കില്ല. എനിക്ക് ഷുഗർ ഇടാതെ ചായ ഞാൻ കുടിച്ച് ശീലിച്ചു. എനിക്ക് പക്ഷെ ചായ എന്ന് പറഞ്ഞ സംഭവം ഷുഗർ ഇട്ടാലും ഇട്ടില്ലെങ്കിലും എനിക്ക് വേണം. അപ്പം അത് തെറ്റാണ്. അതും ഒരു തെറ്റായിട്ടുള്ള ഒരു അഡിക്ഷന്റെ ഭാഗമാണ്. ഈ ഷുഗർ അഡിക്ഷൻ എന്ന് പറയുന്ന പോലെ സംഭവമാണ് ഈ ചായ കോഫി അഡിക്ഷൻ എന്ന് പറഞ്ഞ സംഭവം. പക്ഷെ ഞാൻ ഷുഗർ ഇടാതെയും ചായ കുടിക്കും. എനിക്ക് ചായ വേണം. രാവിലെയും വൈകിട്ടും 2 നേരം മതി. രാവിലെയും വൈകിട്ടും ഒരു ചെറിയ ഗ്ലാസ് ചായ കിട്ടിയാൽ മതി. വലിയ അണ്ടാവിനകത്ത് നിറച്ച് ചായയൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ ഗ്ലാസ് ചായ രാവിലെയും വൈകിട്ടും എനിക്ക് കുടിക്കണം. മധുരം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു കാര്യം. അപ്പം എൻ്റെ ആ ഒരു ചായയോടുള്ള അല്ലെങ്കിൽ കാപ്പിയോടുള്ള ഒരു അഡിക്ഷൻ ഇല്ല, അതുപോലെ തന്നെ ആയിരിക്കും ചിലർക്ക് മധുരത്തോടുള്ള ആ ഒരു അഡിക്ഷൻ. അത് ലിമിറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ ഭയങ്കര നല്ലതാണ്. അത് ഇപ്പം വണ്ണമില്ലാത്തവർക്ക് അത് അത്രയും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. വണ്ണമുള്ള ഒരാൾക്ക് ആ ഷുഗർ ഒഴിവാക്കിയിട്ട് വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ അവരെന്തായാലും എനിക്ക് ഉറപ്പുണ്ട്, പിന്നെ ആ ഒരു വണ്ണമൊക്കെ നല്ല കുറഞ്ഞ് നല്ല രീതിയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഷുഗർ കഴിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കും. എന്ന് വെച്ചാൽ ഇപ്പം ഒരു പ്രാവശ്യം ആഴ്ചയിൽ ഒരിക്കലും ഒരു മധുരയിട്ട ചായ കുടിച്ചു, അല്ലെങ്കിൽ ഒരു പീസ് കേക്ക് കഴിച്ചു, ഒരു ഐസ്ക്രീം കഴിച്ചു എന്ന് പറയുന്ന പോലെയല്ലോ ഡെയിലി നമ്മളിങ്ങനെ ഉണ്ട് കഴിഞ്ഞൊരു ലഡു കഴിക്കുക, അല്ലെങ്കിൽ ഡെയിലി 2 നേരം മധുരമിട്ട് ചായ കുടിക്കുക എന്ന് പറയുന്നത്. അപ്പം ആഴ്ചയിൽ ഒരിക്കൽ അത് കഴിക്കുമ്പോഴും കഴിക്കുന്ന സമയത്ത് ഫുൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ, ഒരു മനസ്സന്തോഷം എനിക്ക് തോന്നാറില്ല. ഞാനിപ്പോ ചീറ്റ് ഡേയ്സിൽ അങ്ങനെ കഴിക്കുമ്പോഴും ഞാൻ ഇനി ഇതെങ്ങാനും ഇതിന്റെ ടേസ്റ്റ് നാക്കിന് പിടിച്ച് ഞാനിത് നാളെ മറ്റന്നാളും എല്ലാം കണ്ടിന്യൂ ചെയ്തെങ്ങാനും പോയാൽ എൻ്റെ വണ്ണം കൂടുമല്ലോ എന്നുള്ള ഒരു പേടി എനിക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എനിക്കത് ആ ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാനത് ശരിക്കും, കാരണം എനിക്ക് ആ വണ്ണം ആ ഒരു പണ്ടത്തെ ഒരു വെയിറ്റിലേക്ക് പോകണ്ട എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എന്താ പറയുന്നത്, എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു കൺട്രോള് ഇങ്ങനെ വണ്ണമുള്ളവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. അപ്പൊ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞത്? നമ്മൾ ആഡഡ് ഷുഗറിന്റെ കേസാണ് ഈ പറഞ്ഞത്. ഇനി വരുന്നത് നാച്ചുറൽ ഷുഗർ. ഈ നാച്ചുറൽ ഷുഗർ ആണ് നമ്മുടെ എന്തിനൊക്കെ ഉള്ളത്, പ്രത്യേകിച്ച് ഫ്രൂട്ട്സിലുള്ളത് ഫ്രക്ടോസ് ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഫ്രക്ടോസ് അല്ലേ നമ്മുടെ ഫാറ്റി ലിവർ ഉണ്ടാക്കാൻ കാരണം എന്നുള്ളത്. അപ്പം ഈ ഫ്രൂട്ട്സിനകത്ത് ഫ്രക്ടോസ് മാത്രമല്ല, അതിനകത്ത് ഫൈബറും ബാക്കിയുള്ള മിനറൽസ്, വൈറ്റമിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ അത് എങ്ങനെ കഴിക്കണം? നമ്മള് എന്താ പറയുന്നത്, ജ്യൂസ് അടിച്ച് കുടിക്കല്ല. ഫ്രൂട്ട്സ് അത് മുഴുവനായിട്ട് തന്നെ കഴിക്കണം. മുറിച്ച് നമ്മൾ കഷ്ണമായിട്ട് തന്നെ കഴിക്കണം. അതല്ലാതെ ഇപ്പൊ ഫ്രൂട്ട്സ് നല്ലതായെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ഓറഞ്ച് മേടിച്ച് അല്ലെങ്കിൽ ആപ്പിൾ എടുത്ത് മിക്സിക്കകത്തിട്ട് അടിച്ച് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സകല പ്രയോജനം, ആ ഫൈബർ കണ്ടന്റ് അങ്ങ് പോയി. പ്രത്യേകിച്ച് അരിച്ചും കൂടെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അതൊരു ഫ്രക്ടോസ്, ആ ഒരു പഞ്ചസാര വെള്ളം മാത്രമായി ആ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതിന്റെ ആ ഗുണങ്ങളെല്ലാം അങ്ങ് പോയിട്ട് അത് ഒരു സന്തോഷം കിട്ടും, പക്ഷെ അത് വീണ്ടും പണിയാവുന്ന സംഭവമാണ്. അപ്പോ ഫൈബർ ഉള്ള നമ്മൾ ഫ്രൂട്ട്സിനകത്തൊക്കെ നല്ല ഫൈബർ കണ്ടന്റ് ഉള്ളതാണ്. അപ്പൊ അതും കൂടെ ശരീരത്തിൽ ചെന്നാലേ നമുക്കൊരു ഫുൾനെസ്, വയറിനൊരു ഫുൾനെസ്സും ബാക്കി നമ്മുടെ ഡൈജഷനും ഒക്കെ ഭയങ്കര നല്ലതായിട്ട് വരത്തുള്ളൂ. നിങ്ങൾക്കിപ്പം വിശക്കുമ്പം ഒരാപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് ഒന്ന് അടങ്ങും. പക്ഷെ അതിന് പകരം ഒരാപ്പിളിന്റെ ജ്യൂസ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ വിശപ്പ് അടങ്ങത്തില്ല. പക്ഷെ
അതും നമുക്ക് ഒരു 3-4 ആപ്പിളിന്റെ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ചിലപ്പം, അല്ല ഒരു 3-4 ആപ്പിളിന്റെ ജ്യൂസ്, അതിന്റെ ആ ഒരു നീര് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയൊക്കെ ആപ്പിളിന്റെ എടുത്ത് കഴിച്ചാലല്ലേ നമുക്ക് അതിന്റെ ആ ഒരു വിശപ്പ്. അപ്പൊ അത്രയും അതിനകത്ത് ആ ഒരു ഫ്രക്ടോസ്, അതിനകത്ത് ആ ഒരു ഷുഗർ കണ്ടന്റ് നമ്മുടെ ഉള്ളിൽ ചെല്ലുക. പക്ഷെ ഒരാപ്പിൾ മുഴുവനായിട്ട് നമുക്ക് തിന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊന്ന് സമാധാനപ്പെട്ടു. അതിനകത്ത് ആ ഒരു ഫൈബർ കണ്ടന്റും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫുൾനെസ് ഫീൽ ചെയ്യുന്നത്. അപ്പോ ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാം, എസ്പെഷ്യലി ആപ്പിളും പഴവും എല്ലാം കഴിക്കാം. ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമുക്ക് ഒരു മധുരം ക്രേവ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോ, എനിക്കിപ്പം എന്താ പറയുന്നത്, ഈ പറഞ്ഞ പോലെ വയറ്റിനകത്തെ ബാഡ് ബാക്ടീരിയാസ് കാരണം നമുക്ക് മധുരം തിന്നാൻ തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഒരു റോബസ്റ്റ പഴോ അല്ലെങ്കിൽ എന്തെങ്കിലും മധുരമുള്ള ഒരു ആപ്പിളോ, നല്ല ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു പഴമോ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ മധുരത്തിന്റെ ക്രേവിങ്സ് അങ്ങ് നിൽക്കും. അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയവർക്കറിയാം. നമുക്ക് പിന്നെ അങ്ങോട്ട് ഒരു മധുരം തന്നെ കഴിക്കണം എന്നുള്ള, അത് ചിലപ്പം ലഡുവോ ജിലേബിയോ ഒക്കെ ആലോചിച്ചിട്ടാണെങ്കിൽ തന്നെ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ മധുരം കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മധുരം നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മധുരം കഴിക്കാൻ എനിക്ക് തോന്നത്തില്ല. പിന്നെ എനിക്ക് ആ ഒരു മധുരം വീണ്ടും കഴിക്കാൻ എനിക്ക് അങ്ങനെ തോന്നാറില്ല. ഇപ്പം എനിക്ക് ഒരു പഴം തിന്നു കഴിഞ്ഞാൽ അങ്ങ് സാറ്റിസ്ഫൈ, പ്രത്യേകിച്ച് റോബസ്റ്റ പഴത്തിനൊക്കെ അത്യാവശ്യം അതിനകത്ത് മധുരമുള്ള പഴമാണ് റോബസ്റ്റ പഴമൊക്കെ. മധുരം ചെന്ന് കഴിഞ്ഞാൽ അവിടെ അതങ്ങ് നിൽക്കും. അങ്ങനെ എപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കണം. ഇങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ഈ മധുരത്തിന് ക്രേവിങ്സ് വരുമ്പോഴത്തേക്കിനും എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള പഴങ്ങൾ തിന്നുക, ഫ്രൂട്ട്സ് തിന്ന് നോക്കുക. അപ്പം ശരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇത് വരും. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. ഫ്രൂട്ട്സ് ജ്യൂസ് അല്ല, ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കണം. നമ്മൾ ഒന്നോടെ ഉള്ള, പ്രത്യേകിച്ച് ആപ്പിളും പഴങ്ങളും നല്ലപോലെ നമ്മുടെ റോബസ്റ്റ പഴവും കഴിക്കാം. പിന്നെ നേന്ത്രപ്പഴവും കഴിക്കാം. നേന്ത്രപ്പഴം കഴിക്കുന്നതിന് പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ലിമിറ്റ് വെക്കണം. ഡെയിലി അങ്ങ് നേന്ത്രപ്പഴം കഴിക്കാൻ പാടില്ല. കാരണം ഈ നേന്ത്രപ്പഴത്തിനകത്ത് എനിക്കൊന്ന് തോന്നുന്നു കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സംഭവം കൂടുതലുണ്ട്. അപ്പോ പക്ഷേ ഈ സോഡിയം, പൊട്ടാസ്യം അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ പഴത്തിനകത്തുള്ള, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതൽ നേന്ത്രപ്പഴത്തിനകത്തുണ്ട്. ബാക്കി പഴങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഈ പൊട്ടാസ്യം ഒക്കെ ആണെന്ന് തോന്നുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ നേന്ത്രപ്പഴത്തിനകത്ത് കൂടുതലുണ്ട്. അപ്പം ഇടയ്ക്ക് ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒരു നേന്ത്രപ്പഴം പുഴുങ്ങി തിന്നും അതിന്റെ കൂട്ടത്തിൽ. അപ്പം അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് സ്ഥിരമായിട്ട് ഇപ്പൊ ആരെങ്കിലും വീഡിയോസ് കാണുന്നവരെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു റിപ്പീറ്റഡ് സംഭവം ആയിരിക്കും. ഈ നേന്ത്രപ്പഴം പുഴുങ്ങിയതും ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ബാലൻസ്ഡ് മീലാണ്. ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയത് എടുക്കുക, 2 മുട്ട പുഴുങ്ങിയത് എടുക്കുക. ഒരു ഡിന്നറായിട്ട്, ഒരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങിന്റെ ഒരു ഡിന്നറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഹെൽത്തി വേർഷനാണ് ഈ നേന്ത്രപ്പഴം പുഴുങ്ങിയതും 2 മുട്ട പുഴുങ്ങിയതും കുറച്ച് കുക്കുംബറും ക്യാരറ്റും. ഇത്രയും ഒരു കോംബോ എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാ. നിങ്ങളുടെ ഒരു ഡിന്നറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഗുണങ്ങളും കിട്ടും, വെയിറ്റും വെക്കത്തില്ല. പിന്നെ ആ ഒരു നേന്ത്രപ്പഴം കഴിക്കുമ്പോഴത്തേനും ആ മധുരം എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. പക്ഷെ ഈ നേന്ത്രപ്പഴം ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ, ഒരു 2 ദിവസം കൂടുമ്പം ഒരു നേന്ത്രപ്പഴം കഴിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ, അതും ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല, വെയിറ്റ് അങ്ങനെ വെക്കത്തില്ല. പിന്നെ റോബസ്റ്റ പഴം നല്ലപോലെ കഴിക്കാം. നല്ലപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 എണ്ണമൊക്കെ ഡെയിലി കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ കഴിക്കാറുണ്ട് അങ്ങനെയൊക്കെ, വൈകുന്നേരവും ഒക്കെ ഈ പറഞ്ഞ പോലെ. എനിക്ക് അത് ഞാനൊരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്, ഒരു ഷുഗർ ക്രേവിങ്ങിന്റെ ഒരു ഇത് ഞാൻ ചെയ്യാം. ഷുഗർ ക്രേവിങ്ങിന് ഒരു ഈ കുറച്ച് നാളായിട്ട് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ഇതുണ്ട്. ഷുഗർ ക്രേവ് ചെയ്യുമ്പം അതൊരു സ്നാക്കായിട്ടല്ല, ആക്ച്വലി ഞാനതൊരു റെസിപ്പി ഉണ്ട്. അത് ഞാൻ ഡിന്നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണി 6 മണി സമയത്ത് ഞാൻ അങ്ങനെ കഴിക്കും. അപ്പൊ നമുക്ക് ആ ഒരു ഇത് കഴിക്കുമ്പോഴത്തേന്, അത് റോബസ്റ്റ പഴമൊക്കെ വെച്ചുള്ള ഒരു സംഭവമാണ്, കേക്കും കാര്യങ്ങളും ഒന്നുമല്ല, എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ഷുഗർ ക്രേവിങ്ങിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് ഞാൻ ഇപ്പൊ എൻ്റെ കയ്യിൽ ആ സംഭവം ഇരിപ്പില്ല, റോബസ്റ്റ പഴം ഇരിപ്പില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ അത് ആഡ് ചെയ്തായിരുന്നു, വേറൊരു വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യാം. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങൾ, ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷുഗർ ക്രേവിങ്സിന് ഒരു പരിധി വരെ എന്തായാലും അത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ
എന്താ പറയുന്നത്, എല്ലാ ദിവസവും അങ്ങ് ഭയങ്കരമായ ഒരു ഷുഗർ കട്ടിലേക്ക് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ ആഴ്ചയിൽ ഒരു 5-6 ദിവസം ഒരു ഷുഗർ കട്ടിൽ വന്നിട്ട് ആ ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരമുള്ള എന്തെങ്കിലും ഒരു കാര്യം കഴിക്കുക. അപ്പൊ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു എന്താ പറയുന്നത്, വീണ്ടും ഷുഗർ കട്ടിലേക്ക് തിരിച്ചു പോകണം. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വീണ്ടും ആ ഒരു ഷുഗർ കട്ട് ഡയറ്റിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയും ചെയ്യണം. എന്നാൽ മാത്രം നമ്മുടെ വെയിറ്റ് കുറച്ചുള്ളൂ. കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യാതെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാക്രിഫൈസ് ചെയ്യാതെ നമുക്ക് നമ്മുടെ ആ ഒരു വണ്ണം കുറഞ്ഞ് നമ്മളൊരു നല്ല രീതിയിലാവത്തില്ല. അപ്പോ നമ്മൾ ഈ 2 ടൈപ്പ് ഷുഗറിന്റെയും കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ആഡഡ് ഷുഗർ, അതാണ് ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ട കാര്യം. പിന്നെ ഈ നാച്ചുറൽ ഷുഗർ. പിന്നെ ഇനിയുള്ള ഒരു കാര്യമാണ്, ഈ നാച്ചുറൽ ഷുഗറിനകത്ത് തന്നെ നമ്മുടെ പാലും തൈരും എല്ലാം വരുന്നുണ്ട്. അതിനകത്തൊക്കെ ഈ നാച്ചുറൽ ഷുഗർ ഉള്ളതാണ്. അപ്പൊ പാല് കുടിക്കും. ഞാൻ പാലൊന്നും ഒഴിവാക്കിയിട്ടില്ല. ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ് എടുക്കുമ്പോൾ പാൽ ചായ തന്നെയാണ് കുടിക്കുന്നത്. ഷുഗർ ഇടാത്ത പാൽ ചായ കുടിച്ചോണ്ട് ഈ പറഞ്ഞ പാല് കുടിച്ചോണ്ട് വെയിറ്റ് ഒന്നും കൊടുക്കത്തില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതിലൊരു കാര്യം നോക്കേണ്ടത്, പാല് മറ്റേ ഫാറ്റ് കുറഞ്ഞ പാലായിരിക്കണം. ഫുൾ ഫാറ്റ് മിൽക്ക് ആവല്. എപ്പോഴും ലോ ഫാറ്റ് മിൽക്കാണ് നല്ലത്. ഫാറ്റ് കുറഞ്ഞ മിൽക്കില്, കട്ടി കുറഞ്ഞ പാലാണ് കുറച്ചുകൂടെ നല്ലത്. നമ്മുടെ ശരീരത്തിനും വയറിനും ഒക്കെ നല്ലത് ഈ കട്ടി കുറഞ്ഞ പാലാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ ഫുൾ ഫാറ്റ് കുറഞ്ഞ മിൽക്ക് കഴിക്കാൻ ശ്രമിക്കണം. ചായയാണ്. ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്ക് അല്ല, ഫുൾ ഫാറ്റ് മിൽക്ക് പായസമൊക്കെ വെക്കുമ്പോൾ മാത്രമേ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഫുൾ ഫാറ്റ് മിൽക്ക് മേടിക്കാറുള്ളൂ. അല്ലെങ്കിൽ ലോ ഫാറ്റ് ആയിട്ടുള്ള മിൽക്കാണ് മേടിക്കുന്നത്. അപ്പം അങ്ങനെ മേടിക്കുമ്പോൾ അതിലുള്ള ചായ കുടിച്ചാൽ മതി. അപ്പൊ അത്രയും കുഴപ്പമില്ല. പാൽ ഈ പറഞ്ഞ പോലെ വലിയൊരു പ്രത്യേകിച്ച് പാലിനകത്ത് പഞ്ചസാര ചേർത്തില്ലെങ്കിൽ ഈ വലിയൊരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഒന്നും ഉണ്ടാക്കത്തില്ല. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കേടിനകത്തുള്ളതും നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. കേട് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. എല്ലാ ഡയറ്റ് എടുക്കുന്നവരും ഉച്ചയ്ക്ക് ഒരു ശകലം കേട് കഴിക്കണം. ഞാൻ എൻ്റെ ഫുഡ് റൂട്ടീൻ്റെ വീഡിയോസ് ഒന്നിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫെർമെന്റഡ് സംഭവം എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള കേട്, ഫെർമെന്റഡ് ഫുഡ്, ഇഡ്ഡലി, ദോശ, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ വയറിന്, നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഭയങ്കര നമുക്ക് നല്ല ബാക്ടീരിയസിൽ വയറിനകത്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതെല്ലാം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് വേണം എന്താ പറയുന്നത് വണ്ണം കുറയ്ക്കാനായിട്ട്. അപ്പം കേട് കഴിക്കാം. അതിനകത്തും ഈ കുറച്ച് നാച്ചുറൽ ഷുഗർ ഉണ്ടെന്നാ പറയുന്നത്. പക്ഷെ അതും കുഴപ്പമില്ല. പിന്നെ ഇനിയും ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ്, അതിനെപ്പറ്റി ആക്ച്വലി ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയത്തില്ല. സ്റ്റീവിയ എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഇല്ലേ, അതിങ്ങനെ ഇതിനകത്ത് ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞ സംഭവം, ഷുഗർ ഫ്രീ ബിസ്ക്കറ്റുകളുണ്ട്, ഷുഗർ ഫ്രീ അങ്ങനെയുള്ള കുക്കീസ് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്ന് പറയുന്നത് അതൊരിക്കലും ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടത്തില്ല. പക്ഷേ അത് നമുക്ക് വിശപ്പുണ്ടാക്കും എന്നാണ് പറയുന്നത്. കൂടുതൽ നമുക്ക് വേറെ പല കാര്യങ്ങളൊക്കെ കഴിക്കാൻ തോന്നിക്കും. അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് അറിയത്തില്ല. പക്ഷെ അത് അത്ര നല്ലതല്ലെന്നാ പറയുന്നത്. ഈ പറഞ്ഞ പോലെ ബ്രെയിനിന് അത് കഴിക്കുമ്പോഴത്തേനും മധുരമാണ്. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ മധുരം കഴിക്കുമ്പോഴുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് ആരും ഇപ്പം ഡോക്ടേഴ്സ് പോലും അങ്ങനെ ആ ഒരു സംഭവമൊന്നും കഴിക്കാനൊന്നും ആരെയും നിർബന്ധിക്കാറൊന്നുമില്ല. എപ്പോഴും ഷുഗർ ഒഴിവാക്കുക. ഷുഗർ എന്ന് പറയുമ്പോഴത്തേനും ആഡഡ് ഷുഗേഴ്സിലുള്ള ഷുഗർ എന്ന് പറയുമ്പം വൈറ്റ് ഷുഗറും ജാഗറിയും ബ്രൗൺ ഷുഗറും ഇങ്ങനെയുള്ള സിറപ്പുകളും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കാനേ പറയത്തുള്ളൂ അവര്, ഈ ബ്ലഡ് ഷുഗർ ലെവൽ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പറഞ്ഞുള്ള കുക്കീസും കാര്യങ്ങളും ഒക്കെ ഷുഗർ ഫ്രീ ആണെന്ന് പറഞ്ഞു വന്നാലും അതൊന്നും കഴിക്കണ്ട എന്നുള്ള, പ്രത്യേകിച്ച് മിക്കവാറും ഉള്ള ഡോക്ടർമാരും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഞാനും ഈ ഷുഗർ സംബന്ധമായ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഈ ഷുഗർ ഫ്രീ കുക്കീസ് എന്നൊക്കെ പറഞ്ഞു വരും. അതൊന്നും കഴിക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞ സംഭവങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ അല്ലേ
അങ്ങനെ ഒത്തിരി ഉണ്ട്. അങ്ങനെയുള്ള ബിസ്ക്കറ്റുകളും കാര്യങ്ങളും അതൊക്കെ കഴിക്കേണ്ട എന്നുള്ള അഭിപ്രായമാണ് നമ്മൾ ഈ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോഴും പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷുഗറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഈ പറഞ്ഞ പോലെ വെയിറ്റ് ഗെയിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ ആഡഡ് ഷുഗേഴ്സ് ആണ് കൂടുതലും നമുക്ക് വെയിറ്റ് വെക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഫ്രൂട്ട്സിലൊക്കെ ഉള്ളത് നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് അതങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് മൊത്തത്തിൽ അത് പിഴിഞ്ഞ് ജ്യൂസ് ആക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ അതും ശരീരത്തിന് നല്ലതാണ്. അത് ഈ പറഞ്ഞ പോലെ വെയിറ്റ് വെക്കത്തില്ല. അപ്പോൾ ഈ ഷുഗർ കട്ട് എടുക്കാൻ താല്പര്യമുള്ളവര് അത് എടുത്തു നോക്കുക. വെയിറ്റ് ഉള്ളവര് എടുത്തു നോക്കാൻ ഞാൻ എന്നോട് വെയിറ്റ് കുറയ്ക്കുന്ന കാര്യമൊക്കെ പറയുന്നവരോട് മെയിനായിട്ടും പറയുന്ന കാര്യമാണ് ഈ ചോദിക്കുന്നവരോട് ഷുഗർ ഒഴിവാക്കാമെന്നുള്ള. ഷുഗർ ഒഴിവാക്കി തന്നെ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ ബോഡി നമുക്കൊരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ഗുഡ് ഫീലിംഗ് ഉണ്ടാവും നമ്മുടെ ശരീരത്തിന്. ആ ഒരു ഷുഗർ ഒഴിവാക്കിയതിന്റെ അതങ്ങനെ ഷുഗർ കുറച്ചുനാൾ ഒഴിവാക്കി അത് അനുഭവിച്ചവർക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാവും. ഷുഗർ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ നമ്മുടെ ശരീരത്തിൽ അതിന്റെ മാറ്റങ്ങൾ വരാൻ നമുക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. പിന്നെ ചിലരുണ്ട് ഈ പറഞ്ഞ പോലെ ചിലർക്ക് ഭയങ്കര നാണക്കേടാണ് ഷുഗർ കട്ടാന്ന് പറയാൻ. ഞാൻ ഷുഗർ ഉപയോഗിക്കുന്നില്ല എന്ന് ചിലരോട് പറയുമ്പോഴത്തേനും അവർക്കത് ഭയങ്കര പിന്നെ നിങ്ങൾ വലിയ ഡയറ്റ് അങ്ങനത്തെയൊക്കെ ഉള്ള പല സംസാരങ്ങളും നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാരെ നമ്മൾ ഇപ്പം ഒരു ചായ മധുരം ഉള്ളത് വേണം, മധുരം ഇടാത്തത് നമ്മൾ അവരുടെ മുന്നേച്ച് മധുരം ഇടാത്ത ചായ മതി എന്ന് പറയുമ്പോഴത്തേക്കിനും ഉള്ള ചില കാര്യങ്ങളൊക്കെ കേൾക്കാം. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ചോയ്സ് ആണ് അത്, നമുക്ക് ഷുഗർ വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം അത് നമ്മുടെ ശരീരം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്കേ അറിയത്തുള്ളൂ, വേറൊരാൾക്കല്ല അതറിയുന്നത്. അപ്പം അങ്ങനെ വരുമ്പം നമ്മുടെ ഇതാണത്. ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഫോളോ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് പോവുക. ഷുഗർ കട്ട് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വണ്ണം വെച്ചിരിക്കുന്ന ഒരാള് എന്തായാലും വണ്ണം കുറയും ഷുഗർ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.